ഗായ്സ് വെൽക്കം ടു മെത്തേഡ്. ഇത് നോക്കാൻ പോകുന്ന കൊറോഷൻ ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് കൊറോഷൻ എന്ന് വെച്ചാൽ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ ബേസിക്കലി എന്താണ് കൊറോഷൻ എന്ന് പറയാം. കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് മെറ്റീരിയലിന്റെ ഒരു റിയാക്ഷൻ ആണ്. അത് എപ്പോഴാണോ എൻവയോൺമെന്റുമായിട്ട് എക്സ്പോസ് ആവുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സുമായിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടാവുകയും അങ്ങനെ ഫർദർലി ഒരു പൊട്ടൻഷ്യൽ ഫങ്ഷണൽ ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ എന്തൊക്കെയായിട്ട് എക്സ്പോസ് ആകാം എന്ന് വെച്ചാൽ എയർ ആകാം, വാട്ടർ ആകാം, കെമിക്കൽസ് ആകാം, അല്ലെങ്കിൽ ഡ്രൈ കൊറോഷൻ ഓർ വെറ്റ് കൊറോഷൻ ഒക്കെ ആകാം. സോ ബേസിക്കലി എക്വിപ്മെന്റ് പെർഫോമൻസിന് ഡാമേജ് വരിക അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള കാരണങ്ങളാൽ മാറിപ്പോകുന്നതാണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഡെഫിനേഷൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് കൊറോഷന്റെ റിയാക്ഷൻസ് ആണ്. ഒരു സിംഗിൾ മെറ്റലാണ് എന്നുണ്ടെങ്കിൽ കൊറോഷൻ റിയാക്ഷൻസ് എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഗാൽവാനിക് സെൽ ഓൺ മെറ്റൽ സർഫസ് ആണ്. അതായത് ഒരു സിംഗിൾ മെറ്റൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ Fe ആണ് പറയുന്നത് കേട്ടോ. ഒരു സിംഗിൾ മെറ്റൽ ഒരു ആസിഡുമായിട്ട് കോണ്ടാക്ട് വരികയാണ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ ചെറിയൊരു ഗാൽവാനിക് സെല്ല് അവിടെ ഫോം ചെയ്യും. അതിന്റെ സർഫസിൽ ഫോം ചെയ്യുകയും അവിടെ ഒരു ആനോഡും ഒരു കാഥോഡ് റീജിയനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ഒരു ഗാൽവാനിക് സെൽ ഫോർമേഷൻ ആണ്. അതായത് ഒരു സ്മോൾ മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് HCl റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു സ്മോൾ ഗാൽവാനിക് സെൽ ഫോം ചെയ്യുകയും അതിൻ്റെ സർഫസിലൂടെ ആനോഡ് കാഥോഡ് റീജിയനും ഉണ്ടാകുന്നു. ഇനി ആനോഡ് റിയാക്ഷൻ ആണെങ്കിൽ, ആനോഡ് ആണെങ്കിൽ അയൺ ലീവ്സ് 2 ഇലക്ട്രോൺ ടു ദ മെറ്റൽ ആൻഡ് ബിക്കം Fe++ അയോൺ. അതായത് അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അയൺ 2 ഇലക്ട്രോൺസ് ലീവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുന്നു Fe++ അയോൺ ആയിട്ട് മാറുകയും ആൻഡ് വിച്ച് റിലീസ് ഇൻ ടു ദ മീഡിയം കൊറോഡിങ് ദ അയൺ സർഫസ്. അങ്ങനെ എന്ത് ചെയ്യുന്നു ഫർദർലി അവിടെ അയൺ സർഫസിൽ കൊറോഡിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ആനോഡ് ഉണ്ട്, അവിടെ 2 ഇലക്ട്രോൺസുകൾ, അതായത് നമ്മുടെ മെറ്റൽസിൽ നിന്ന് 2 ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് Fe++ അയോൺ ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു അവിടെ ഫർദർലി കൊറോഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. പറയാൻ പോകുന്നത് കാഥോഡ് റിയാക്ഷൻ ആണ്. അപ്പം നമുക്കിവിടെ ഓൾറെഡി റിലീസ് ചെയ്ത ഇലക്ട്രോൺസുകൾ കിടപ്പുണ്ടല്ലോ. അപ്പം ഇനി കാഥോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആനോഡ് കഴിഞ്ഞു, ഇനി കാഥോഡാണ്. സോ കാഥോഡിൽ റിലീസ് ചെയ്ത ഇലക്ട്രോൺസുകൾ മെറ്റലിൽ കൂടെ എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. നോക്കോ, അറ്റ് ദ കാഥോഡ് ദ റിലീസ്ഡ് ഇലക്ട്രോൺസ് ആർ കണ്ടക്റ്റഡ് ത്രൂ ദ മെറ്റൽ ആൻഡ് റെഡ്യൂസിങ് H+ അയോൺ ടു ഫോം ഹൈഡ്രോജൻ ഗ്യാസ്. അവിടെ എന്തെന്ന് വെച്ചാൽ H+ അയോൺസ് ഉണ്ടാവുമല്ലോ, ഈ H+ അയോൺസിനെ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് എന്തെന്നൊരു ഇൻഫ്ലുവൻസ് കൊടുക്കുകയും അങ്ങനെ H2 ബബിൾസ് അല്ല സർഫസിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, കാഥോഡിൽ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓൾറെഡി റിലീസ് ചെയ്ത ഇലക്ട്രോൺസുകൾ മെറ്റലിലൂടെ കണ്ടക്ട് ആവുകയും H+ അയോൺസ് എന്തെന്നു ഹൈഡ്രോജൻ ഗ്യാസ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും അങ്ങനെ ഹൈഡ്രോജൻ ബബിൾസ് അതിന്റെ സർഫസിൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കൊറോഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽസ് ആണ്. ഇനി മെറ്റൽസുകൾ തമ്മിലുള്ള കൊറോഷൻ റിയാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഗാൽവാനിക് കൊറോഷൻ ആണ്. അതായത് 2 ഡിസിമിലർ മെറ്റൽസ്, അതായത് രണ്ടും ബന്ധമില്ലാത്ത 2 ഡിസിമിലർ മെറ്റൽസ് തമ്മിൽ കോണ്ടാക്ട് വരികയാണ്. അതിൻ്റെ കൂടെ ഒരു കോമൺ ആയിട്ടൊരു ഇലക്ട്രോലൈറ്റും കൂടെ ഉണ്ട് എന്ന് വെച്ചോളൂ. അതിൽ ഒരു മെറ്റൽ ആനോഡ് ആവുകയും മറ്റത് കാഥോഡ് ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, കൊറോഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, 2 ഡിസിമിലർ മെറ്റൽസ് ഉണ്ട്, ഒരു കോമൺ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അവിടെ ഒരു ആനോഡ് ആവുന്നു ഒരു കാഥോഡ് ആവുന്നു, അങ്ങനെ കൊറോഷൻ ഉണ്ടാവുന്നു. ഇനി ഹൈഡ്രജൻ എവല്യൂഷൻ ആണ്. കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു, കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുകയും ആനോഡിൽ മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ്. ഇവിടെ മെറ്റൽ എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ്ഡ് ആകുന്നു. ഓക്കെ, ആൻഡ് ഡിസോൾവ് ഇൻ ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഡിസോൾവ് ആകുന്നു എന്നുള്ളതാണ്. ഇനി സിങ്ക് കോപ്പർ എക്സാമ്പിളാണ്. നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ്. സിങ്കും കോപ്പറും വെച്ചിട്ട് ഒരു ആസിഡ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും സിങ്ക് എന്ത് ചെയ്യുന്നു, കൊറോഡ് ആവുകയും ആനോഡ് വഴി ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻഡ് കോപ്പർ എന്താവുന്നു, കാഥോഡ് ആവുകയും ചെയ്യും. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഓക്സിഡൈസ് ചെയ്ത് നമ്മുടെ ഇലക്ട്രോലൈറ്റിലേക്ക് ഡിസോൾവ് ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, കോപ്പർ ഒരു കാഥോഡായിട്ട് മാറുകയും ചെയ്യുന്നു, അങ്ങനെ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ പണ്ട് മുതലേ പഠിച്ച റിയാക്ഷൻ ആണ്, ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2 ഡിസിമിലർ മെറ്റലാണ്,
ഒരെണ്ണം ആനോഡ് ഒരെണ്ണം കാഥോഡ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് എന്ത് ചെയ്യുന്നു അവിടെ ഓക്സിഡൈസ് ചെയ്ത് നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആനോഡിൻ്റെ കേസിൽ കേട്ടോ. നെക്സ്റ്റ് പറയാൻ പോകുന്ന ഹൈഡ്രജൻ ഫിലിം ഫോമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം H+ അയോൺസ് കാരണമാണ് അവിടെ ബബിൾ ഫോം ചെയ്യുന്നത്, നമുക്ക് പഠിച്ചു അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ, റേറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ H2 ബബിൾസ് അവിടെ ഫോം ചെയ്യും, അതിനൊരു ഫിലിം ഫോം ചെയ്യുകയും അങ്ങനെ കാഥോഡ് റിയാക്ഷൻ സ്ലോ ഡൗൺ ആവുകയും അങ്ങനെ ഓവറോൾ കൊറോഷൻ റേറ്റ് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഹൈഡ്രജൻ പ്രൊഡക്ഷൻ്റെ റേറ്റ് കുറവാണെങ്കിൽ H2 ബബിൾസിൻ്റെ ഒരു ഫിലിം ഫോം ആവുകയും അങ്ങനെ എന്തെന്ന് കാഥോഡ് റിയാക്ഷൻ സ്ലോ ഡൗൺ ആവുകയും ആൻഡ് ദ ഓവറോൾ കൊറോഷൻ റേറ്റും കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രജനുമായി ബന്ധപ്പെടുത്തി വേണം എന്ത് പറയേണ്ടത്, ഈ ഒരു കൊറോഷൻ നമ്മൾ പറയേണ്ടത്. സോ ഈ വരെ ഉള്ള റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ബാക്കി വരുന്ന ഹൈഡ്രജനെ വെച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് പറയുന്നത്. സോ സിമ്പിൾ റിയാക്ഷൻ ആണ്. സോ നെക്സ്റ്റ് പറയാൻ പോകുന്ന കൊറോഷൻ ഇൻവോൾവിങ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കൊറോഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്സിജൻ ഡിസോൾവ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. ഓക്സിജൻ എന്നു ഇലക്ട്രോലൈറ്റിലേക്ക് ഡിസോൾവ് ആവുകയും ആൻഡ് റിയാക്ട് വിത്ത് അക്യുമുലേറ്റ് ഹൈഡ്രജൻ. അതിനകത്ത് ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ദ ഡിപ്ലീഷൻ ഓഫ് ദ ഹൈഡ്രജൻ ലെയർ അലോ കൊറോഷൻ ടു പ്രൊസീഡ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാവുന്ന ലെയർ പൊട്ടിപ്പോവുകയും അങ്ങനെ ഹൈഡ്രജൻ ലെയർ പൊട്ടിപ്പോവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, കൊറോഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ സർഫസ് ആണ്, ഇവിടെ ഒരു ഹൈഡ്രജൻ ലെയർ ഉണ്ട്, അപ്പോൾ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആവുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വാട്ടർ ഫോം ചെയ്യുന്നു. ഹൈഡ്രജനായിട്ട് ഫോം ചെയ്ത് വാട്ടർ ഫോം ആവുകയും അത് മാറുകയും ചെയ്യുമ്പം ഈ എന്ത് ചെയ്യുന്നു, ഈ ലെയർ അങ്ങ് പൊട്ടിപ്പോവുകയാണ് പരിപാടി. ഇനി കാഥോഡിക് റിയാക്ഷൻ ആണ്. സോ അറ്റ് കാഥോഡ് ആണെങ്കിൽ 2H2O+O2, അതായത് ഓൾറെഡി വാട്ടർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അവിടെ 4 ഹൈഡ്രജൻ ഉണ്ടാവുകയും എന്ത് ചെയ്യുന്നു, 4 ഇലക്ട്രോൺസ് മൈനസ് ആവുകയും ചെയ്യുകയാണ്. സോ ബേസിക്കലി അവിടെ എന്ത് വെച്ചാൽ കൺസ്യൂമിങ് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ അയൺ. അവിടെ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ അയൺ ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യാം, ഒരു തിൻ ലെയർ ഫോം ചെയ്യാനായിട്ട് കാഥോഡിന് പറ്റുന്നു എന്നുള്ളതാണ്. ഇനി കൊറോഷൻ ആക്സിലറേഷൻ ആണ്. ദ റിമൂവൽ ഓഫ് പ്രൊട്ടക്റ്റീവ് ഹൈഡ്രജൻ ലെയർ എനേബിൾ ദ കൊറോഷൻ പ്രോസസ് ടു കണ്ടിന്യൂ. അപ്പം ഈ ഒരു ഫിലിമില്ലേ, ഈ ഫിലിം അതായത് ഹൈഡ്രജൻ്റെ ഫിലിം റിമൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൊറോഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മെറ്റൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഹൈഡ്രജൻ്റെ ഫിലിം എന്ന് പറയുന്നത് നല്ലതാണ്, കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ഈ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് വെള്ളമായിട്ട് ഫോം ചെയ്തു. അപ്പോൾ കാഥോഡ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പുതിയ പുതിയ ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഫിലിം ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷേ ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നു, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ഷൻ നടന്ന അവിടെ വെള്ളമായി ഫോം ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോഷൻ ആണ്. ഫസ്റ്റ് വൺ ഇസ് pH സൊല്യൂഷൻ ആണ്. pH ഒരു പ്രശ്നം തന്നെയാണ്. അയൺസ് ആണെങ്കിൽ ഇപ്പോൾ ആസിഡ് pHൽ പെട്ടെന്ന് ഡിസോൾവ് ആവും. എന്നാൽ അലൂമിനിയം സിങ്ക് ആണെങ്കിലോ രണ്ടും ആസിഡും ആൽക്കലിയിലും ഡിസോൾവ് ആവും. എന്നാൽ നോബിൾ മെറ്റൽ ലൈക്ക് ഗോൾഡ് പ്ലാറ്റിനം ഒക്കെ ആണെങ്കിൽ pHനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പം മെറ്റലുകളുടെ ഓരോ ക്യാരക്ടർ അനുസരിച്ചും pHുമായിട്ട് ബന്ധമുണ്ട്. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഓക്സിഡൈസിങ് ഏജന്റ് എല്ലാം കൊറോഷൻ ആക്സലറേറ്റ് ചെയ്യുകയാണ്. ചിലത് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ആയിട്ട് ഫോം ചെയ്ത് വാട്ടർ ഉണ്ടായിട്ട് എന്തെന്നു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കൊറോഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. ഇനി വെലോസിറ്റി ആണ്. ഹൈ വെലോസിറ്റി ഉള്ള കൊറോസീവ് മീഡിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെറ്റൽ സർഫസിൽ റേറ്റ് ഓഫ് കൊറോഷൻ കൂട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഫർദർലി ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഫർദർലി വാഷ് ചെയ്ത് മാറ്റുമ്പോൾ കൊറോഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഹൈ വെലോസിറ്റി ഓഫ് ദി കൊറോസീവ് മീഡിയം എലോങ് വിത്ത് ദ മെറ്റൽ സർഫസ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കൊറോസീവ് ബൈ റാപ്പിഡ് ഫോമിംഗ് ആൻഡ് വാഷിംഗ് എവേ കൊറോഷൻ പ്രൊഡക്റ്റ് എക്സ്പോസിങ് ന്യൂ സർഫസ്. ഇപ്പോൾ എക്സാമ്പിൾ കൊറോസീവ് മീഡിയം ഹൈ വെലോസിറ്റി ആയിട്ട് ഇങ്ങനെ എപ്പോഴും എക്സ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കൊറോഷൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സർഫസ് ഫിലിമാണ്. ഒരുപാട് സർഫസ് ഫിലിംസ് ഉണ്ട്. ഓക്സൈഡ് ഫിലിംസ് ഉണ്ട്, പോറസ് ഫിലിം ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട്, റാപ്പിഡ് കൊറോഷൻ ഉണ്ട്. സോ സർഫസ് ഫിലിം നമ്മളിപ്പോൾ ഓൾറെഡി ഹൈഡ്രജൻ ഫിലിം ഒക്കെ പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് സർഫസ് ഫിലിം. ഫസ്റ്റ് വൺ ഈസ് ഓക്സൈഡ് ഫിലിംസ് ആണ്. ഇനി തിന്നായിട്ടുള്ള ഓക്സൈഡ് ഫിലിംസ് സർഫസിൽ ലൈക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ളതിൻ്റെ സർഫസിൽ വന്നു കഴിഞ്ഞാൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് കൊറോഷൻ ഉണ്ടാകുന്നു. ഒന്നും കൂടെ പറയാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള മെറ്റലിൻ്റെ പുറത്ത് ഓക്സൈഡിൻ്റെ ഫിലിംസ് ഫോം
ചെയ്തിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കൊറോഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് പോറസ് ഫിലിമാണ്. സിങ്ക് ഓക്സൈഡ്സിൽ പോറസ് ഫിലിമുകൾ ഫോം ആവുകയും ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് കയറുകയും കൊറോഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സിമ്പിളാണ്. സിങ്ക് ഓക്സൈഡ്സിൽ പോറസ് ഫിലിമുകൾ ഫോം ചെയ്യുന്നു, ഫ്ലൂയിഡ്സ് അകത്തേക്ക് കയറുന്നു ആൻഡ് കൊറോഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് ഫിലിമാണ്. നോൺ പോറസ് ഫിലിമുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ക്രോമിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യുന്നു, കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് നോൺ പോറസ് ഫിലിം. അപ്പോൾ ഓൾറെഡി പോറസ് ഫിലിം ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് മീഡിയം അകത്തേക്ക് കയറി കൊറോഷൻ ഉണ്ടാവുന്നു. ഇനി പ്രൊട്ടക്റ്റീവ് ഫിലിമിൽ നോൺ പോറസ് ഫിലിമാണ്, കുത്തൊന്നും ഇല്ലാത്ത ഫിലിമാണ് എന്നുണ്ടെങ്കിൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഗ്രീസ് അടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വണ്ടിയുടെ ചെയിനിലൊക്കെ ഗ്രീസ് അടിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി റാപ്പിഡ് കൊറോഷനാണ്. കൊറോഷൻ റാപ്പിഡാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പൈപ്പറ്റ്സ്, പ്രൊപ്പലേഴ്സ്, പിന്നെ അജിറ്റേറ്റേഴ്സിലൊക്കെ നോക്കുവാണെങ്കിൽ ബെൻഡുകളുള്ളത് കൊണ്ട്, വളവുള്ളത് കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാം, റാപ്പിഡ് കൊറോഷൻ നടക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ വളവൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യാം, അല്ലെ, അവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം എക്സ്പോസ് ആവാം, അങ്ങനെ എന്ത് ചെയ്യാം, കൊറോഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. സോ സർഫസ് ഫിലിം ആണ് ഓക്സൈഡ് ഫിലിം, പോറസ് ഫിലിം, പ്രൊട്ടക്റ്റീവ് ഫിലിം ആൻഡ് റാപ്പിഡ് കൊറോഷൻ ആണ്. സോ നമുക്ക് ഈ സർഫസിൻ്റെ പ്രോപ്പർ സെലക്ഷൻ വന്നാൽ റാപ്പിഡ് കൊറോഷൻ കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ യു ഷേപ്പ് വരാണ്ട് ഇപ്പോൾ വി പോലത്തെ ഷേപ്പാണ്, അല്ലെങ്കിൽ എൽ ഷേപ്പ് വരാതെ എന്താണ് ഇങ്ങനെ സി ഷേപ്പ് കേർവ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എൽ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ എക്സ്പോസ് ആവും, പിന്നെ യു ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ എക്സ്പോസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും കേട്ടോ. സോ സിമ്പിൾ ചാപ്റ്ററാണ്, കാര്യം മനസ്സിലാക്കി മാത്രം പോയാൽ മതി. അടുത്ത് പറയാൻ പോകുന്ന ഫ്ലൂയിഡ് കൊറോഷൻ ആണ്. ഫ്ലൂയിഡ് കാരണം ഉണ്ടാവുന്ന കൊറോഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു മെറ്റൽ സർഫസ് ടോട്ടലി മുഴുവനായിട്ട് കൊറോഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജനറൽ കൊറോഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒരു മെറ്റൽ ഫുള്ളി കൊറോഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനാണ് ഹോളി എക്സ്പോസ് ആവുകയാണെങ്കിൽ ജനറൽ കൊറോഷൻ എന്ന് പറയാം. ആൻഡ് ഈ കൊറോഷൻ യൂണിഫോം ആയിരിക്കും, എല്ലാ ഏരിയയിലും ഉണ്ടാകും. അങ്ങനെ സ്വെല്ലിങ്, ക്രാക്കിംഗ്, സോഫ്റ്റനിങ് ഒക്കെ ഉണ്ടാകാം. ഇതിനെയാണ് നമ്മൾ ജനറൽ കൊറോഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് ലോക്കലൈസ് കൊറോഷൻ ആണ്. ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു റീജിയൻ മാത്രം കൊറോഷൻ ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക എന്ത്, ലോക്കലൈസ്ഡ് കൊറോഷൻ എന്ന് പറയുക. സോ യൂണിഫോം കൊറോഷൻ പോലെ അല്ല, എൻ്റെ സർഫസ് അല്ല, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ലോക്കലൈസ് ചെയ്താകുന്ന കൊറോഷനെയാണ് ലോക്കലൈസ്ഡ് കൊറോഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണമാണ് ഫ്ലൂയിഡ് കൊറോഷനിൽ, ജനറൽ കൊറോഷൻ ഉണ്ട്, ലോക്കലൈസ്ഡ് കൊറോഷൻ ഉണ്ട്. ഇനി ഫർദർലി ഇന്ത്യൻ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഉള്ളത്. പിന്നെ ടൈപ്പ് ഓഫ് കൊറോഷൻ ലോക്കലൈസ്ഡ് വീണ്ടും തിരിക്കുന്നുണ്ട്. ഇന്റർഗ്രാനുലർ കൊറോഷൻ, പിറ്റിംഗ് കൊറോഷൻ, സ്ട്രെസ് കൊറോഷൻ ആൻഡ് ഫ്രെറ്റിംഗ് കൊറോഷൻ. സോ ഇന്റർഗ്രാനുലർ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ വെൽഡിംഗ് ഒക്കെ ചെയ്യുമല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യുന്ന ഉണ്ടാവുന്ന ഒരു റിയാക്ഷനാണ് ഇന്റർഗ്രാനുലർ കൊറോഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ്സ് ഫോം അറ്റ് ദ ഗ്രെയിൻ ബൗണ്ടറി. ആ ഒരു വെൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു ഒരു ഗ്രൂവ് പോലെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടാവും അല്ലേ. അവിടെ എന്തെന്ന് ആനോഡ് റിയാക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, കൊറോഷൻ ഫോം ചെയ്യുന്ന രീതിയാണ് ഇന്റർഗ്രാനുലർ കൊറോഷൻ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഹീറ്റ് ട്രീറ്റ്മെൻറ്റോ വെൽഡിങ്ങോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഗ്രെയിൻ ബൗണ്ടറീസുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ചെറിയ ചെറിയ ഒരു തള്ളലുകൾ അല്ലെങ്കിൽ ഉന്തലുകളൊക്കെ ഫോം ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ കൊറോഷൻ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ചെറിയ പൊട്ടൽ പോലും ഗ്രീൻ ബൗണ്ടറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് പിറ്റിംഗ് കൊറോഷൻ ആണ്. കുഞ്ഞു കുഞ്ഞു സ്മോൾസോ പിറ്റ്സുകളോ ഫോം ചെയ്യുകയാണെങ്കിൽ ലോക്കൽ കൊറോഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. സൈസ് കൂടുന്തോറും അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് വിച്ച് ദെൻ റാപ്പിഡ്ലി ഇൻക്രീസ് ഇൻ സൈസ് എസ്പെഷ്യലി ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് ആൻഡ് ക്ലോറൈഡ് അയോൺസ്. സോ ക്ലോറിൻ അയോൺസോ അല്ലെങ്കിൽ ക്ലോറോയിഡ് അയോൺസോ ആണ് പ്രസൻ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ പിറ്റിംഗ് കൊറോഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇത് ലോക്കലൈസ്ഡ് ആണ്, കുഞ്ഞു കുഞ്ഞു സ്മോൾസ് പിറ്റിംഗ് കുഞ്ഞു ഹോൾസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ സ്ട്രെസ് കൊറോഷൻ ആണ്. തെർമലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൊറോഷൻ ഉണ്ടാകുകയാണ്, അവിടെ ഒരു ആനോഡ് ഫോം ചെയ്യുകയും കൊറോഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഫ്രെറ്റിംഗ് കൊറോഷൻ ആണ്. ഹൈ ആയിട്ടുള്ള വൈബ്രേഷൻ, ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ മിക്സി ഗ്രൈൻഡറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യത്തില്ലേ, അപ്പോൾ അത് തന്നെ എൻ്റെ മെറ്റൽ സർഫസിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് അതെന്ത് ചെയ്യാം, നശിച്ചു പോകാം. സോ അങ്ങനെയും കൊറോഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഇന്റർഗ്രാനുലർ ആണ്, അപ്പോൾ അവിടെ ഗ്രെയിൻ ബൗണ്ടറി ഫോം ചെയ്യുന്നു,
വെൽഡ് ചെയ്യുമ്പോഴോ ചൂടാക്കുമ്പോഴോ പിറ്റിംഗ് ആണ്, കുഞ്ഞു കുഞ്ഞു സ്മോൾ ഹോൾസ് ഉണ്ടാവുന്നു. പിന്നെ സ്ട്രെസ് കൊറോഷൻ ആണ്, തെർമൽ മെക്കാനിക്കൽ കെമിക്കൽ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നത്. ആൻഡ് ഫ്രെറ്റിംഗ് ആണ്, വൈബ്രേഷൻ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അബ്രസീവ് ആവുന്ന അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന കൊറോഷനാണ് ഫ്രെറ്റിംഗ് കൊറോഷൻ. സോ ടൈപ്പ് ഓഫ് കൊറോഷൻ ബയോളജിക്കലാണ്. സോ മെറ്റബോളിക് ആക്ഷൻ ആണ്. മൈക്രോ ഓർഗാനിസത്തിന് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ മെറ്റലിനെ എന്ത് ചെയ്യാം, ഡീഗ്രഡേഷൻ ചെയ്യാൻ പറ്റും. സോ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ മെറ്റൽ സർഫസിലൊക്കെ നമ്മുടെ ആൽഗേൻ്റെ ഗ്രോത്ത് ഒക്കെ കാരണം എന്ത് ചെയ്യാം, അത് നശിച്ചു പോകാം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെല്ലാണ്. മൈക്രോ ഓർഗാനിസം തന്നെ ഒരു ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെല്ല് ഫോം ചെയ്യാം, മെറ്റൽ സർഫസിൽ തന്നെ ഫോം ചെയ്യാം. അങ്ങനെയും കൊറോഷൻ വരാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ ആണ്. റെഡ്യൂസിങ് ബാക്ടീരിയ സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് മാറ്റും. ഒന്നും കൂടെ പറയാം, റെഡ്യൂസിങ് ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു, സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡ്സ് ആയിട്ട് മാറ്റും എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, വിച്ച് റിയാക്ട് വിത്ത് അയൺ ടു പ്രൊഡ്യൂസ് കൊറോസീവ് ഫെറസ് സൾഫൈഡ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കൊറോസീവ് ഫെറസ് സൾഫൈഡ് FeS ഫോം ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, സൾഫൈഡ് ഹൈഡ്രജൻ സൾഫൈഡായിട്ട് റിയാക്ട് ആവുകയും അങ്ങനെ ഫെറസ് സൾഫൈഡ് ഫോം ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യാം, കൊറോഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. മെറ്റബോളിക് ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്, ഒരു മൈക്രോ ഓർഗാനിസം ഒരു ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെല്ല് ഫോം ചെയ്യുകയും കൊറോഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ ആണ്. സോ ബാക്ടീരിയ എന്ത് ചെയ്യാം, സൾഫേറ്റിനെ ഹൈഡ്രജൻ സൾഫൈഡ് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഫെറസ് സൾഫൈഡായിട്ട് തിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ആണ്. സോ ഇത് നമ്മൾ കുറേ കഴിഞ്ഞ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ സെലക്ഷൻ ആണ്. അപ്പോൾ മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഗാൽവാനിക് കൊറോഷൻ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി ഗാൽവാനിക് കൊറോഷൻ എന്താണെന്ന് പറഞ്ഞു. സോ അവിടെ അത് മാത്രമല്ല കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് എലമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ എലമെൻറ്റ്സും റെസിസ്റ്റൻ്റ് ആകണം എന്നില്ല. റെസിസ്റ്റൻ്റ് ആകുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണെന്നുള്ളതാണ്. ഇനി പ്രോപ്പർ ഡിസൈനിങ് ആണ്. നമുക്ക് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇങ്ങനെ U ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പ് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സോ ഷേപ്പിലും ഒരു ഡിസൈനിലും ഒരു പ്രശ്നം തന്നെയാണ്. ഇനി കോട്ടിങ് ആൻഡ് ലൈനിങ് ആണ്. നോൺ മെറ്റൽ കോട്ടിങ്സ്, ഇലക്ട്രോപ്ലേറ്റിങ്, ക്ലാഡിങ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുവാണെങ്കിൽ കൊറോഷൻ ഉണ്ടാകില്ല. നമ്മൾ ഈ ഗോൾഡ് കവറിങ് ഒക്കെ ചെയ്യില്ല, അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഗാൽവാനിക് കൊറോഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ബേസിക്കലി ഗാൽവാനിക് കൊറോഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് നോക്കിയാൽ അതിൻ്റെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വരച്ചെടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന കാഥോഡിക് ആൻഡ് ആനോഡിക് പ്രൊട്ടക്ഷൻ ആണ്. സോ ഇവിടെ ബേസിക്കലി ഒരു സാക്രിഫൈസ് മെത്തേഡ് എന്നൊക്കെ പറയും. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ ഒരു ഗാൽവാനിക് സെല്ല് ഫോം ചെയ്യുകയും അങ്ങനെയാണ് കൊറോഷൻ ഉണ്ടാവും, നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കാഥോഡിനെയോ ആനോഡിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ കൊറോഷൻ ഉണ്ടാവാണ്ടിരിക്കുന്നു. അപ്പോൾ ബേസിക്കലി സാക്രിഫിഷ്യൽ ആനോഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിനെ കാഥോഡിൻ്റെ അടുത്തായിട്ട് ചേർത്ത് വെക്കുന്നു. അതായത് കാഥോഡാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആനോഡിനെ ചേർത്ത് വെക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ആനോഡ് സാക്രിഫൈസ് ആവുകയും കാഥോഡ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകുള്ളൂ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ട് ഇംപ്രസ്ഡ് EMF മെത്തേഡാണ്. ഇവിടെ ഒരു എക്സ്ട്രാ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റീവ് മെറ്റൽസും ഇലക്ട്രോഡ്സിനും ഇടയിൽ നമ്മൾ കൊടുക്കുന്നു. ആൻഡ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ പ്രൊട്ടക്റ്റഡ് മെറ്റൽ ആൻഡ് ഇലക്ട്രോണിൻ്റെയും പ്രൊട്ടക്റ്റീവ് മെറ്റലിനിടയിലുമായിട്ട് നമ്മൾ ഇന്നൊരു എക്സ്ട്രാ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയും അങ്ങനെ എന്ത് ആനോഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ നിർത്തുകയും അതിനെ കൊറോഷൻ പ്രിവെൻറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ EMF, എക്സ്ട്രാ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, നമ്മൾ മെറ്റലിനും ഇലക്ട്രോണിനും ഇടയിലും കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വൺ ഇസ് ആനോഡിക് പ്രൊട്ടക്ഷൻ ആണ്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രീ ഡിറ്റർമൈൻ ചെയ്ത ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഒരു മെറ്റലിലേക്ക് അപ്ലൈ ചെയ്യുകയും അങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് ആകുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ മിനിമമായി മാറുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ കൊറോഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു പരിപാടിയാണ്. സോ ആനോഡിക് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഫുള്ളി എഴുതാൻ പറ്റും. അത്ര വലിയ ടഫ് ഒന്നുമല്ല, പക്ഷെ കേൾക്കുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉള്ളൊരു ചാൻസും അതാണ്. ഇത് വിഡേ ചെയ്യരുത്. ഒരു കൊറോഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമ്മൾ വിഡേ ചെയ്ത് എങ്ങനെയെങ്കിലും പഠിച്ചിട്ടെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.